ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് CPM വനിതാ നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം ആരോപിക്കുന്ന CJP ബന്ധത്തെ തള്ളിക്കളയുന്ന പാഴ്വാക്കുകളാണ് എന്ന് പറയുന്ന ഓരോ അണികളും ഇവരുടെ വാക്കുകൂടി കേൾക്കണം. തിരുവനന്തപുരത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയെ CPI നിർത്തിയിരിക്കുന്ന BJPയുമായിട്ടുള്ള ധാരണ പ്രകാരമെന്നാണ് നേതാവിന്റെ വെളിപ്പെടുത്തൽ. മുൻപ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ വിജയിപ്പിക്കും. എന്നിട്ട് നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ MLA ജയിപ്പിക്കാൻ BJP തിരിച്ചും പിന്തുണ നൽകും. അതായത് CPMന്റെയും BJPയുടെയും ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെ പുറം ലോകത്തോട് ഇവർ വിളിച്ചു പറഞ്ഞു. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗവും ആനി അശോകനാണ് ഈ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ CPIഎമ്മിനെ വെട്ടിലാക്കിക്കൊണ്ട് ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ശരിക്കും ഒരു അടി തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIഎം BJP ഡീലുണ്ട് എന്ന ആരോപണം സ്വന്തം പാർട്ടി നേതാവ് തന്നെ നടത്തുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴക്കൂട്ടം MLA മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾ നടത്തുന്നത് എന്നും ആനി അശോകൻ ആരോപിക്കുകയാണ്. കോർപ്പറേഷനിൽ BJPക്ക് വോട്ട് മറിക്കാനാണ് ധാരണ. പ്രത്യുപകാരമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കടകംപള്ളിക്ക് വോട്ട് നൽകുമെന്നാണ് ആനി അശോകന്റെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ BJPക്ക് വോട്ട് മറിയാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ആനി അശോകൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ സീറ്റ് ഉറപ്പിക്കാനാണ് നീക്കം. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഏകാധിപത്യമായിട്ട് ഭരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമെന്നും ആനി അശോകൻ ആരോപിച്ചു. കഴിഞ്ഞ തവണ ചെമ്പഴന്തി വാർഡിൽ ആരും തന്നെ അറിയാതെ ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അന്ന് നേതാക്കൾ എതിർത്തിരുന്നു. ചെല്ലമംഗലത്തെ പൗടിക്കോണത്തും സമാനമായിട്ടായിരുന്നു സാഹചര്യം ഉണ്ടായത്. അവിടെയും സ്ഥാനാർത്ഥികൾക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു. അവിടെ പാർട്ടിക്കാർ തന്നെയാണ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതെന്നും ആനി അശോകൻ പറയുകയാണ്. ആ പാറ്റേൺ തന്നെയാണ് ഇത്തവണയും ആനി അശോകൻ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ് താൻ. അന്ന് പൗടി കോണത്തു നിന്നായിരുന്നു മത്സരിച്ചത്. 5 വർഷമേറെ ബുദ്ധിമുട്ടി താൻ ഭരണം നടത്തി. തന്റെ കർത്തവ്യം നിർവഹിക്കാൻ കടകംപള്ളി അനുവദിച്ചിരുന്നില്ല എന്നും അന്ന് വിഭാഗീയത രൂക്ഷമായിരുന്നുവെന്നും താൻ ഇരിക്കുന്ന കസേരയിൽ നായ്ക്കരണപ്പൊടി വരെ വിതറിയിട്ടുണ്ടെന്നും അന്ന് താൻ മറ്റൊരു കസേരയിൽ ഇരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുകയാണ്. ഇത് പരസ്യമായ രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ഈ നിമിഷത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടി ഉണ്ടായിട്ടില്ല. BJPയുമായുള്ള കടകംപള്ളിയുടെ അന്തർധാര എല്ലാവർക്കും അറിയാമെന്നും ആനി അശോകൻ കൂട്ടിച്ചേർത്തു. അതെ, ഇപ്പോൾ കടകംപള്ളി സ്വർണ്ണക്കൊള്ളയിൽ മുങ്ങിക്കിടക്കുന്ന സമയത്തുള്ള ഈ ധാരണ വെളിപ്പെടുത്തൽ അയാൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോ CJP ബന്ധം പുറം ലോകം അറിഞ്ഞതോടുകൂടി തിരുവനന്തപുരത്ത് UDF തന്നെയെന്ന് നമുക്ക് അങ്ങ് ഉറപ്പിക്കാമല്ലേ.